മലയാളികളുടെ മനം കവർന്ന നായികയാണ് വൈശാലിയായി എത്തിയ സുപർണ ആനന്ദ്. വെറും 4 സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇന്നും സുപർണയ്ക്ക് ആരാധകരേറെയാണ്. ചരിത്ര സിനിമയായ വൈശാലിയിലെ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ സുപർണയും താരത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ പുതിയ വിഷയങ്ങളല്ലെന്നാണ് സുപർണ പറയുന്നത്. മലയാള സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ മൂലമാണ് തനിക്ക് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് നടി സുപർണ ആനന്ദ് വെളിപ്പെടുത്തി. മലയാള സിനിമയിൽ നിന്നുൾപ്പെടെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നടി തുറന്നു പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് അത്തരം സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുക്കാൻ താല്പര്യമില്ലാത്തതിനാൽ സുപർണയ്ക്ക് സിനിമാഭിനയം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നാണ് താരം പറയുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും സുപർണ തുറന്നു പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഇത് ആദ്യമായുള്ള സിനിമയിലുണ്ടാവുന്നത്. ഇതിനു മുന്നേയും ഈ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്തി മുന്നോട്ട് വന്ന നടിമാരുടെ ധൈര്യത്തെ സുപർണ അഭിനന്ദിക്കുന്നുമുണ്ട്. എന്നാൽ മുകേഷിനെതിരെ കേസെടുത്തിട്ട് പോലും താരത്തിന്റെ MLA പദവി ഇപ്പോഴും തുടരുന്നത് പരിഹാസ്യമാണ്. മുകേഷ് പദവി ഒഴിയണമെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തെളിയിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്നും സുപർണ വ്യക്തമാക്കി. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൗനം അമ്പരപ്പിക്കുന്നുണ്ടെന്നും സുപർണ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ആരും ഇതിനെതിരെ ശബ്ദമുയർത്താതിരുന്നതെന്നും സുപർണ ചോദിക്കുന്നുണ്ട്. അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടതിനെ കുറിച്ചും താരം പറയുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടു വേണം അമ്മയുടെ പുതിയ ഭരണസമിതി മുൻപോട്ട് പോകാൻ. സ്ത്രീകൾക്കും സുപ്രധാന പദവികൾ നൽകണം. കേരളത്തിലെ സംഭവങ്ങൾ ചലച്ചിത്ര മേഖലയുടെ നവീകരണത്തിനിടയാക്കട്ടെ എന്നും സുപർണ പറയുന്നു. ഒരുപക്ഷെ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ എന്തിനാണ് എല്ലാവരും ഇവരെ പേടിക്കുന്നത്? ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. എനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 35 വർഷത്തിന് ശേഷം ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നതിൽ കാര്യമില്ല, സുപർണ കൂട്ടിച്ചേർത്തു. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയിലൂടെയാണ് സുപർണ ആനന്ദ് മലയാളം സിനിമയിലെത്തുന്നത്. സുപർണയുടെ ആദ്യ നായിക കഥാപാത്രവും വൈശാലി തന്നെ. വൈശാലി, ഉത്തരം, നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം, ഞാൻ ഗന്ധർവൻ, ഈ 4 ചിത്രങ്ങളും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലെത്തിയെങ്കിലും സുപർണയ്ക്ക് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച സ്വീകാര്യത വലുതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് താരം മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ ഗന്ധർവന് ശേഷം പിന്നീട് സുപർണ മലയാളത്തിലേക്ക് വന്നിട്ടില്ല. താരത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മൂലമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സുപർണയെ നയിച്ചത്. 1997 തന്നെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു. മറ്റു ഭാഷകളിൽ നിന്നും സുപർണയ്ക്ക് ഇത്രയും നല്ല സിനിമകളോ നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളോ ലഭിച്ചിരുന്നില്ല.